ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2139. ഇന്ന് നവംബർ മാസം 8-ാം തീയതി. ഈ ആണ്ടിലെ 312-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 15. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനെ തിരുത്തണമെന്ന് തന്നെയാണ് ക്രിസ്തുയേശു സംശയത്തിന് സ്പേസ് ഇല്ലാത്ത വിധത്തിൽ ഉറപ്പിച്ച് പറഞ്ഞു തരുന്നത്. ഓരോരുത്തരെയും ഭരമേൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തേ മതിയാവും. അതെന്തിനാണ്? അയാളെ നേടാൻ വേണ്ടിയാണ്. അയാളെ നഷ്ടപ്പെടുത്താനോ നശിപ്പിക്കാനോ വേണ്ടിയല്ല. അയാൾ നേടിയേ മതിയാവും. പക്ഷെ അത് അയാൾ നീ തനിച്ചായിരിക്കണം അയാളെ ഇത് ഓർമ്മപ്പെടുത്തേണ്ടത് എന്നുകൂടി ക്രിസ്തുയേശു പറയുമ്പോൾ എത്രയോ വലിയ കാര്യമാണ്. എന്നിട്ടും അയാൾ അനുസരിച്ചില്ലെങ്കിൽ, കേട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ, കുറച്ചും കൂടെ തുറന്നു പറഞ്ഞാൽ നന്നായില്ലെങ്കിൽ, ചൊവ്വായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കാൻ പാടില്ല അയാളെ. അപ്പോഴയാളുടെ പിന്നാലെ ചെല്ലണമെന്നാണ് ക്രിസ്തുയേശു പറഞ്ഞത്. ബോധ്യപ്പെട്ടില്ലെങ്കിലോ, നിന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിലോ നീ നിന്റെ സഹോദരനെ നേടാതെ പോകരുത്, ഉപേക്ഷിക്കരുത്. പിന്നെയോ 2-3 സാക്ഷികൾ കാര്യങ്ങൾ ഒന്നും കൂടി സ്ഥിരീകരിക്കാനായിട്ട് അവരെ കൂട്ടുപിടിച്ച് ശ്രമിക്കുക. 1-2 പേര്. അതൊരു വലിയ കാര്യം തന്നെയാണ്, അല്ലേ? ഒരുവൻ പറയുന്നത് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റാതെ പോകുന്നത് അവനവന്റെ ബോധക്കുറവും വിവരക്കുറവും ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ആവാം. അമിതമായ ആത്മവിശ്വാസവും ഒക്കെ ആവാം. 2-3 പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കൂടി ഒരു വ്യക്തതയുണ്ടാവും. അംഗീകരിക്കേണ്ടി വരും, തിരുത്തേണ്ടി വരും. അതിനും കഴിഞ്ഞില്ലെങ്കിൽ സഭയോട് പറയാനാ പറയാം. ഓർത്തു നോക്കി, ഓരോ പടിപടിയായിട്ടുള്ള ഓരോ പരിശ്രമങ്ങൾ. സഭ എന്താണ്? പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ കൂട്ടമാണ്. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാനാ പറയാ. എന്നിട്ടും ആ ഒരു പ്രാർത്ഥന കൂട്ടം ഇടപെട്ടിട്ടും ചൊവ്വാവുന്നില്ലെങ്കിലോ പിന്നെ പറയുന്നു, അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ഒക്കെ ആയിരിക്കട്ടെ. എന്ന് വെച്ചാല് വെറുക്കപ്പെടേണ്ട, അവഗണിക്കപ്പെടേണ്ട, അകറ്റി നിർത്തേണ്ട ആളായിട്ട് മാറിയെന്നാണോ? ഇത് പറഞ്ഞതും പഠിപ്പിച്ചതും ആരാ? ക്രിസ്തുയേശുവാ. അവൻ നിനക്കപ്പോൾ വിജാതീയനെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ക്രിസ്തുയേശു. എന്ന് വെച്ചാൽ അതിനുശേഷവും അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കുറെ കൂടി ശക്തമായിട്ട് അവന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് അവനെ നേടുന്നത് വരെ. അതുകൊണ്ടാണല്ലോ ക്രൂശില് മരണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് പോലും ഒരുവരെ പർദീസയിലേക്ക് ആനയിക്കാനായിട്ട് ക്രിസ്തുയേശു പരിശ്രമിക്കുന്നത്. നീ നിന്നോടൊപ്പം പർദീസയിലാണ്. ആരെയും വിട്ടുകൊടുക്കാതെ, നഷ്ടപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മാതൃകയുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോകുന്നത്? കണ്ടിട്ടും മനസ്സിലായില്ല എന്ന് നമ്മൾ നടിക്കുന്നത്. ക്രിസ്തുയേശുവിനെയും അവന്റെ സുവിശേഷത്തെ കുറെ കൂടി നമുക്ക് ഒന്ന് തുറന്ന മനസ്സോടുകൂടി ഉൾക്കൊള്ളാം, സ്വീകരിക്കാം. ആമേൻ.